75-ാം വയസ്സിലും ഏഷ്യ മുഴുവൻ കറങ്ങി നടന്നു മെഡലുകൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് വാസന്തിയമ്മ. ആലപ്പുഴ ചേർത്തലയിലെ വാരനാട് സ്വദേശിയായ വാസന്തിയമ്മയാണ് രാജ്യത്തിനുള്ളിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലുമായി നടന്ന മത്സരങ്ങളിൽ നിന്നുമായി 150ഓളം മെഡലുകൾ സ്വന്തമാക്കിയത്. പ്രായം 75 എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സിംഗപ്പൂർ, ചൈന, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പോയിട്ട് മെഡൽ വാങ്ങിക്കൂട്ടുന്ന ഒരാളുണ്ടെങ്കിൽ ചേർത്തല വാരനാട് സ്വദേശിയായിട്ടുള്ള വാസന്തിയമ്മ. ആളുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. മക്ഡൊണാൾഡ്സ് കമ്പനി ജീവനക്കാരിയായിരുന്നു വാസന്തിയും ഭർത്താവ് കുമാരനും. ഇവിടെ വച്ചാണ് 30 വർഷം മുൻപ് വാസന്തിയമ്മ ആദ്യമായി മത്സരത്തിനിറങ്ങുന്നത്. പരിശീലനത്തിനായി ഭർത്താവും കൂടിയതോടെ പിന്നെ ധൈര്യമായി. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ 4 മണിയോടെയാണ് വാസന്തിയമ്മയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ട്രാക്ക് സ്യൂട്ടും ധരിച്ച് പരിശീലനത്തിനായി ഇറങ്ങും. ഭർത്താവിന്റെ മരണശേഷം പിന്നെ പരിശീലനമൊക്കെ സ്വന്തമായി തന്നെയാണ്. എന്നും രാവിലെ 1.5 കിലോമീറ്റർ നടത്തം, പിന്നെ ഓട്ടം. ഇങ്ങനെ പോകുന്നു പരിശീലനം. ഈ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ? അതിന്റെ ഒരു രീതികളൊക്കെ എങ്ങനെയാ? അത് ഞാൻ തന്നെയാണ്. എനിക്ക് കോച്ചൊന്നുമില്ല. രാവിലെ ഞാൻ 3:50 ആകുമ്പം ഇവിടുന്ന് തെക്കേ കവല വരെ, കവലയെന്ന് പറയുമ്പോൾ 1.5 കിലോമീറ്റർ ഉണ്ട്, അവിടം വരെ നടന്നു പോയി തിരിച്ചു വന്ന് പിന്നെ 1 കിലോമീറ്ററോളം അമ്പലത്തിൻ്റെ പടിഞ്ഞാപ്പുറത്തോട്ട് പോയി അവിടുന്ന് തിരിച്ചു വന്ന് എൻ്റെ പരിപാടി നിർത്തി. ഇതിനിടയ്ക്ക് ഞാൻ ശകലം പൂവൊക്കെ പറിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ദിനചര്യ. ഇപ്പോൾ ഈ മഴ കാരണം ഞാൻ 5 മണി കഴിഞ്ഞേ പോകാറുള്ളൂ. അത് തന്നെയല്ല, അയോധ്യയിൽ പോയി വന്ന് യാത്രാക്ഷീണവും ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് 5 മണിയാകുമ്പോഴേ പോകാറുള്ളൂ. മഴയാണ്, കുടയും പിടിച്ചുകൊണ്ടൊക്കെ കുറേ നടക്കും. പിന്നെ ഇപ്പോൾ റോഡ് നിറച്ച ആളുണ്ട്. മുമ്പ് അങ്ങനെയല്ല, ഒത്തിരി ചീത്തയൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ചീത്തയൊന്നുമില്ല, ചെന്നില്ല, തിരക്കും എല്ലാവരും. എന്താ വരാഞ്ഞത്? പിന്നെ 4 മണിക്കൊക്കെ നിർമ്മാല്യം തൊഴാൻ പോകുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെയൊക്കെ പോരുന്നത്. ആദ്യകാലങ്ങളിൽ പരിശീലനത്തിനായി ഇറങ്ങുമ്പോൾ പരിഹസിക്കാനും പിന്തിരിപ്പിക്കാനുമായിരുന്നു മറ്റുള്ളവരുടെ ശ്രമം. എന്നാൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ എത്തി തുടങ്ങിയതോടെ പരിഹസിക്കുന്നവർ പിൻവാങ്ങി. ഇന്ന് വെളുപ്പിന് വാസന്തിയമ്മയെ റോഡിൽ കണ്ടില്ലെങ്കിൽ ആളുകൾ അന്വേഷിക്കുന്ന അവസ്ഥയിലെത്തി. എന്നാൽ മത്സരങ്ങൾക്കായി പോകുമ്പോൾ വലിയ പണച്ചിലവുണ്ട്. പലപ്പോഴും അതൊക്കെ സ്വന്തം കയ്യിൽ നിന്നും മുടക്കിയാണ് പോകുന്നത്. ചിലപ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യും. പൊതുവെ സാമ്പത്തികമായി വലിയ ചുറ്റുപാടുകളില്ലെങ്കിലും എന്തിനാണ് പണം മുടക്കി പോകുന്നതെന്ന് ചോദിച്ചാൽ അതിനങ്ങനെ പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല. മത്സരമുണ്ടെന്ന് കേൾക്കുമ്പോൾ പോകണമെന്ന് അങ്ങ് വെറുതെ ആഗ്രഹിക്കും, അത്ര തന്നെ. അങ്ങനെയുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് സിംഗപ്പൂരും ചൈനയിലുമൊക്കെ മത്സരത്തിന് പോയത്. പോകുന്നിടത്തു നിന്നെല്ലാം ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്, അതിൽ കുറഞ്ഞതൊന്നും വാസന്തിയമ്മയുടെ അജണ്ടയിലില്ല. 2006 ബാംഗ്ലൂരിൽ ഏഷ്യൻ മീറ്റ് നടക്കുകയും അതിൽ പങ്കെടുത്ത 5000-ന് ഗോൾഡ് മെഡലും 1500-ന് സിൽവറും, ഹഡിൽ അറിയാൻ പാടില്ല കവച്ച് കടന്നു പോയി അതിന് വെങ്കല മെഡലും കരസ്ഥമാക്കി. പിന്നെ പോകുന്നത് ഇടവേളയ്ക്ക് ശേഷം 2016 ബന്ധുക്കളും നാട്ടുകാരും വ്യക്തികളും സ്ഥാപനങ്ങളും പൈസ തന്ന് ഞാൻ സിംഗപ്പൂരിൽ പോയി ഏഷ്യൻ മീറ്റിൽ പങ്കെടുത്തു. അതിൽ 5 കിലോമീറ്റർ നടത്തത്തിനും 2000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിനും എനിക്ക് വെള്ളി മെഡൽ കിട്ടി. അതേപോലെ 2017 ചൈനയിലും ഉദാരമതികളുടെ സംഭാവനകൾ സ്വീകരിച്ച് ചൈനയിൽ പോയി പങ്കെടുത്ത് 5 കിലോമീറ്റർ നടത്തോ 2000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിനും വെങ്കല മെഡൽ കരസ്ഥമാക്കി. പിന്നെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം 2023 ദുബായിൽ വെച്ചൊരു ഓപ്പൺ മീറ്റ് നടന്നു. അതിൽ പങ്കെടുത്ത് 3 കിലോമീറ്റർ നടത്തത്തിന് ഗോൾഡ് മെഡലും 400 മീറ്റർ ഓട്ടം, 200 മീറ്റർ ഓട്ടം എന്നിവയ്ക്ക് വെങ്കല മെഡലും കരസ്ഥമാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹൈദരാബാദിലെ ഫെബ്രുവരിയിലെ നാഷണൽ മീറ്റ് നടന്നു. അതിൽ പങ്കെടുത്ത് 3 ഗോൾഡ് മെഡൽ നേടി. അത് കഴിഞ്ഞ് ഇപ്പം ഏഷ്യൻ മീറ്റ് അയോധ്യ വെച്ച് നടന്നു. അയോധ്യയിൽ അംബേദ്കർ സ്റ്റേഡിയത്തിൽ. അവിടെ 5 കിലോമീറ്റർ നടത്തത്തിനും ലോങ് ജമ്പിനും ഫസ്റ്റ് പ്രൈസ് നേടി. ഇനിയിപ്പോൾ അടുത്തത് ഹരിയാനയിലുണ്ടെന്ന് പറയുന്നു ഒക്ടോബറിൽ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ മത്സരത്തിന് പോകുമ്പോൾ മക്കൾക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. എന്നാൽ 3 വർഷം മുൻപ് ബാംഗ്ലൂരിൽ ഒരു മത്സരത്തിന് പോകുന്നതിനിടയിൽ റോഡ് അപകടമുണ്ടായി. അന്ന് കാലിലൂടെ ഒരു ഓട്ടോറിക്ഷ കയറി ഇറങ്ങി. അന്ന് ദിവസങ്ങളോളമാണ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നത്. അതിനുശേഷം ഇനി മത്സരത്തിന് പോകേണ്ടെന്നായിരുന്നു മക്കളുടെ നിർദ്ദേശം. എന്നാൽ അതൊന്നും അനുസരിക്കാൻ വാസന്തിയമ്മ ഒരുക്കമല്ല. ഒരാഴ്ച മുൻപാണ് ഉത്തർപ്രദേശിൽ നടത്തിയ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയത്. ഇനി ഹരിയാനയിലും ഉടുപ്പിയിലും വരും മാസങ്ങളിൽ മത്സരം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വാസന്തിയമ്മ. എന്നാൽ
ആകെ ഇതുവരെ ഏഷ്യൻ മത്സരങ്ങളിൽ മാത്രമാണ് പങ്കെടുക്കാൻ സാധിച്ചത്. ഒക്ടോബറിൽ സ്വീഡനിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും 3 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വരുന്നത്. അത്രയും പണം ചിലവഴിക്കാൻ ഇല്ലാത്തതോടെ ആഗ്രഹം മാറ്റിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല രജിസ്ട്രേഷൻ സമയവും ഇപ്പോൾ കഴിഞ്ഞു. അതോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനാകാതെ നിൽക്കുകയാണ് വാസന്തിയമ്മ. എന്നാലും അതൊന്നും കാര്യമാക്കാതെ ഇപ്പോഴും തന്റെ ഓട്ടം തുടരുകയാണ് വാസന്തിയമ്മ. കണ്ടോ, എന്തൊരു എനർജിയാണല്ലേ. ഇനിയും വാസന്തിയമ്മയ്ക്ക് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ക്യാമറ പേഴ്സൺ അനന്തു അജയകുമാറിനൊപ്പം മാർട്ടിൻ തൈപ്പറമ്പിൽ, ന്യൂസ് മലയാളം, കൊച്ചി.